കള്ളൻ എന്ന് പറയുന്ന അതുപോലെ മോഷണം എന്ന് പറയുന്നത് അവർക്ക് തൊഴിലാണ്. നമ്മളതിനെ അതൊക്കെ ഇപ്പോൾ ഒരു തൊഴിലാണെന്ന് വെച്ചാൽ അതും തൊഴിലാണ്. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യം തൊഴിലാണ്. ഇപ്പം ഓൺലൈൻ മീഡിയ പറയുന്നത് അവരൊരു തൊഴിലായിട്ടാണ് ചെയ്യുന്നത്. 100% പ്രൊഫഷണൽ. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കേൾക്കുന്ന ആ ഒരു പെണ്ണ് കേസല്ല. പക്ഷേ ഒരു പെണ്ണ് പ്രതിയാവുമ്പം എല്ലാ മാധ്യമങ്ങളും അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലോ. എനിക്കിതിനകത്തൊരു പ്രത്യേകതയായിട്ട് തോന്നിയത് അങ്ങനെ യൂഷ്വലായിട്ട് കേൾക്കുന്ന ഒരു വിമൻ പെർസ്പെക്റ്റീവ് അല്ല എന്നുള്ളതുണ്ടായിരുന്നു. സ്ത്രീകളും പുരുഷന്മാരും സുരക്ഷിതരല്ല എന്ന് പറയാൻ പറ്റില്ലേ? അതേ പെർസ്പെക്റ്റീവ് ഒരു സ്ത്രീക്കും ഉണ്ടായിക്കൂടെ? അവരനുഭവിക്കുന്ന കാര്യങ്ങളും ഈ പറയുന്നത് ഒരു സ്ത്രീയാണ് അതിനകത്ത് വ്യക്തിം എന്നുണ്ടെങ്കിൽ അവർക്കും അതൊക്കെ ഉണ്ടാവാമല്ലോ. പക്ഷെ അവരുടെ കൂടെ നമ്മൾ നിയമം നിൽക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. നിയമം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിപ്പോൾ എന്നോട് ചോദിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിയമം മാറ്റി എഴുതേണ്ടി വരുമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതങ്ങനെ ഔട്ട് ആൻഡ് ഔട്ട് കോമഡി പടം അല്ല. ഇതൊരു ആൾക്കാരുടെ സിറ്റുവേഷനാണ് അതിനകത്ത്. ഇതൊരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം പോലെ നമുക്ക് പറയാൻ പറ്റില്ല. ഇത് കറക്റ്റ് ഇതിന് ഉത്തരം പറയാൻ പറ്റിയ ഫെബിനായിരിക്കും. ഇത് ബേസിക്കലി കല്യാണം കഴിക്കാൻ പറ്റിക്കുക, കല്യാണം കഴിയുന്നത് വരെ കൂടെ നിൽക്കുക, കല്യാണം കഴിഞ്ഞ് പോവുക എന്ന് പറയുന്നത് പോലെ ആണ്. അപ്പം അതിലേക്കുള്ള ട്രാക്കിൽ ഉണ്ട്. പക്ഷേ നമ്മൾ ചില കേസസിൽ കല്യാണം കഴിച്ചിട്ട് കുറച്ച് ദിവസമൊക്കെ നിന്നിട്ട് പോകുന്ന ആൾക്കാരുണ്ട്, മാസങ്ങൾ കഴിഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ പലർക്കും പല റെഫറൻസ് ആണെന്ന് തോന്നുന്നു. ഇത് പണ്ട് തൊട്ടേ ഉണ്ട്. പണ്ട് ഇപ്പൊ ഒരു പ്രത്യേക പാർട്ടി വന്നിട്ടുള്ളതല്ല. അന്ന് അവരുടെ അജണ്ടാസ് ഉണ്ട്, ഇന്ന് ഇവരുടെ അജണ്ടാസ് ഒക്കെ ഉണ്ടാവും. അതിപ്പോ നമുക്കൊന്നും ചെയ്യാനില്ല. ആദ്യമായിട്ട് എല്ലാവരോടും നന്ദി പറയുന്നു. ഞങ്ങൾ ക്ഷണം സ്വീകരിച്ചിട്ട് ഇവിടെ വന്ന എല്ലാവരോടും, എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും. പെണ്ണ് കേസ് നാളെ റിലീസാവുകയാണ്. അപ്പം ഇന്ന് രാത്രി ഒരു 7 മണിക്ക് ഒരു സോഫ്റ്റ് ലോഞ്ച് എന്ന രീതിയിൽ ഒരു പ്രീമിയർ ഷോ ഉണ്ട്. അപ്പം ഒരു കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം, ഇതിലേക്ക് കൊടുക്കാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഏറ്റവും പുതിയ സിനിമ പെണ്ണ് കേസ് നാളെ റിലീസാവുകയാണ്. ഇന്ന് വൈകുന്നേരം മുതൽ നമ്മളൊരു പ്രീമിയർ ഉണ്ട്, ഒരു പെയ്ഡ് പ്രീമിയർ തൊട്ട് തുടങ്ങുകയാണ്. അപ്പോൾ നാളെയാണ് ആക്ച്വലി ഒഫീഷ്യൽ റിലീസ് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ചെയ്ത സിനിമയാണ്. ഹക്കീമുണ്ട്, ഞാനുണ്ട്, ഷാബിക്ക, അജു ചേട്ടൻ, രമേശ് പിഷാരടി, അങ്ങനെ ഒരുപാട് കാസ്റ്റ് ഉണ്ട് ഈ സിനിമയിൽ. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സിനിമ റിലീസാവുകയാണ്. ഇന്ന് വൈകിട്ട് 9-ാം തീയതി വൈകിട്ട് 7 മണി തൊട്ട് പെയ്ഡ് പ്രീമിയർ എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളൊരു സോഫ്റ്റ് ലോഞ്ച് പോലെ തിയേറ്ററിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ബുക്ക് മൈ ഷോയിൽ കയറി തുടങ്ങിയിട്ടുണ്ട്. ബാക്കി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല ഇർഷാദ് ഒന്നുമില്ല. നമ്മള് ഡേറ്റ് ഒന്നും 16 പ്ലാൻ ചെയ്തത് പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റിയതിൻ്റെ ഒരു ധൃതിയൊക്കെ ഞങ്ങളിലുണ്ട്. ആ രീതിയിലുള്ള സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം. കാരണം എല്ലാവരും 16-ാം തീയതിയാണ് ഈ സിനിമ റിലീസ് നേരത്തെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കഴിയാവുന്ന രീതിയിൽ നിങ്ങളുടെ സഹകരണം ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുകയാണ്. താങ്ക് യു. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കേൾക്കുന്ന ആ ഒരു പെണ്ണ് കേസല്ല. പക്ഷേ ഒരു പെണ്ണ് പ്രതിയാവുമ്പം എല്ലാ മാധ്യമങ്ങളും അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലോ പെണ്ണ് കേസ്. പെണ്ണ് സ്ത്രീ ഒരു കേസിൽ പെട്ടുപോകുമ്പോൾ പറയുന്നൊരു പേര്. ആ രീതിയിലാണ് അത് ക്യാച്ച് ചെയ്ത് തോന്നി. അങ്ങനെയാണ് പെണ്ണ് കേസ് എന്നുള്ള പേരിലേക്ക് വന്നത്. കോമഡിയാണോ സിനിമ എന്ന് പറയുമ്പോൾ സിറ്റുവേഷണൽ കോമഡിയാണ്. അതേപോലെ ഒരു ഇമോഷണൽ ഡ്രാമ കൂടി ഇതിനകത്ത് ഈ പടത്തിലുണ്ട്. എനിക്കിതിനകത്തൊരു പ്രത്യേകതയായിട്ട് തോന്നിയത് അങ്ങനെ യൂഷ്വലായിട്ട് കേൾക്കുന്ന ഒരു വിമൻ പെർസ്പെക്റ്റീവ് അല്ല എന്നുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം. എല്ലാവർക്കും അതങ്ങനെ ആയിരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുണ്ട്. പക്ഷെ എനിക്ക് നമ്മളെപ്പോഴും കാണുന്നത് പോലെ അങ്ങനെ ഭയങ്കര എന്താ പറയുക, സോഫ്റ്റ് ആയിട്ടുള്ള അങ്ങനത്തെ പെൺകുട്ടികളെ നമ്മൾ കാണും. അങ്ങനെ അല്ലാതെ യൂഷ്വലി സിനിമകളിൽ വരുന്നത് പോലെ അല്ല എന്നുള്ളതായിരുന്നു എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. അപ്പോൾ അത് കേട്ടപ്പം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ത്രെഡ് നല്ലതായിരുന്നു. നല്ല കുറേ കാസ്റ്റും ഈ പറയുന്ന ആൾക്കാരൊക്കെ കൂടെ വന്നപ്പോൾ അത് നന്നായി എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പ്രഡിക്റ്റ് ചെയ്തോളൂ, കുഴപ്പമില്ല, നല്ലതല്ലേ? ഇല്ല, അങ്ങനെയല്ല. എന്താ പറയാ, എല്ലാ സിനിമകൾക്കൊക്കെ ഉള്ള പോലത്തെ തന്നെ കഥയൊക്കെ തന്നെയാണ്. അങ്ങനെ വലിയ ഭയങ്കരമായിട്ട് മാറ്റേണ്ടെന്നൊന്നും പറയാനില്ല. പക്ഷെ
ഞാൻ പറഞ്ഞില്ലേ, എന്നെ സംബന്ധിച്ച് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഈ ഒരു ഫാക്ടറാണ്. നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു വുമൺ പേഴ്സ്പെക്റ്റീവ് കഥയല്ല എന്നുള്ളതായിരുന്നു എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. പിന്നെ അത് മാത്രമല്ല, ഇതൊരു ഫീമെയിൽ സെൻട്രിക് സിനിമ എന്ന് പറയുന്നതിലും ഇതിൽ ഈ കേസിൽ പെട്ടുപോകുന്ന ആണുങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്റ്റോറി ഉണ്ട് എന്ന് പറയുന്നതും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്നുള്ളതുണ്ട്. എൻ്റെ ക്യാരക്ടറാണ് ഇതിനകത്ത് ഈ നിഖില ഉണ്ടാക്കുന്ന ക്യാരക്ടറിൻ്റെ കേസ് എല്ലാം അന്വേഷിച്ച് അതിൻ്റെ സത്യം എന്താണെന്ന് കണ്ടെത്തുന്നത്. ബാക്കി ഈ പറഞ്ഞ പോലെ ഫെബിൻ എന്നോട് ഇതൊരു ഒരു വർഷം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതലേ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എനിക്ക് യൂണിഫോം ഇട്ട് ഒരു പോലീസ് പരിപാടി സ്ക്രീനിൽ ആദ്യമായിട്ട് ഇതിനകത്താണ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ കാണുന്ന ഒരു ഭയങ്കര പോലീസ് എന്ന് പറഞ്ഞ് കാണുന്ന ഒരു രീതിയിലല്ല എൻ്റെ ക്യാരക്ടറിൻ്റെ ആർക്ക് കിടക്കുന്നത്. പുള്ളി ഒരു അത്യാവശ്യം സൗമ്യനായ നല്ലവനായിട്ടുള്ളൊരു പോലീസുകാരനാണ്, സത്യസന്ധനായിട്ടുള്ളൊരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതൊക്കെയാണ് എന്നെ ഭയങ്കരമായിട്ട് ഇതിനകത്ത് ഇത് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത്. സ്ത്രീകളും പുരുഷന്മാരും സുരക്ഷിതരല്ല എന്ന് പറയാൻ പറ്റില്ലേ? അതെ, ഏത് തരത്തിലാണോ വ്യക്തിമാവപ്പെടുന്നത് അവിടെയാണ് പ്രശ്നം ഉണ്ടാവുന്നത്. ഇപ്പം അങ്ങനെ നോക്കുമ്പം പുരുഷന്മാർ മാത്രം നല്ലതാണെന്ന് പറയാനോ സ്ത്രീകൾ മാത്രം നല്ലതാണെന്ന് പറയാനോ പറ്റില്ല. ചില കേസസ് ഉണ്ട്, സ്ത്രീകൾ പ്രതികളായി വരുന്ന കേസസ് ഉണ്ട്. അപ്പം നമ്മൾ കൂടത്തായി കേസുണ്ട്, അങ്ങനെ അല്ലെങ്കിൽ കുറേ അതുപോലെ റെഫറൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ അങ്ങനെയുള്ള കേസുകളുണ്ട്. അപ്പം അതിലും ഈ പറയുന്ന പോലെ സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ ഈ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാണ് എന്നുള്ളത് ഉണ്ട്. അതിനകത്ത് ഇപ്പം ഇവരാണോ നല്ലത് അവരാണോ നല്ലത് ആരാണ് സേഫ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. രണ്ടുപേരും ആരും അത്ര സേഫ് അല്ല എന്ന് പറയാം. അങ്ങനെയല്ലല്ലോ. അതേ പെർസ്പെക്റ്റീവ് ഒരു സ്ത്രീക്കും ഉണ്ടായിക്കൂടെ? അവരനുഭവിക്കുന്ന കാര്യങ്ങളും ഈ പറയുന്നത് ഒരു സ്ത്രീയാണ് അതിനകത്ത് വ്യക്തിം എന്നുണ്ടെങ്കിൽ അവർക്കും അതൊക്കെ ഉണ്ടാവാമല്ലോ. പക്ഷെ അവരുടെ കൂടെ നമ്മൾ നിയമം നിൽക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. നിയമം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിപ്പോൾ എന്നോട് ചോദിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിയമം മാറ്റി എഴുതേണ്ടി വരുമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രിവിലേജ് ആക്ച്വലി സ്ത്രീകൾക്ക് വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു ഐഡൻറ്റിറ്റി പ്രശ്നത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ എല്ലാ കേസസിലും ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യരുത് എന്നുള്ളതില്ല. അബ്യൂസീവായിട്ടുള്ള കേസസിൽ മാത്രമേ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റ് കേസുകളിൽ സ്ത്രീകളുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാതിരിക്കുന്നില്ലല്ലോ. ഒരു സെക്ഷൽ അബ്യൂസോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കേസസ് വരുമ്പോഴാണ് ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യരുത് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അങ്ങനെ ഒരു വിക്ടിം ഉണ്ടാവുമ്പോൾ അവരുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നതാണ് നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, നമ്മൾ കഥ എഴുതിയപ്പം ഈ ഇപ്പം നിൽക്കുന്ന ആരാണ് ഏറ്റവും ബെറ്റർ എന്നാണല്ലോ നമ്മൾ നോക്കുക. അതിൽ തന്നെയാണ് നിഖില ബെറ്റർ ചോയ്സ് ആയിട്ട് തോന്നി. അത് തന്നെയാണ്.
അല്ല അല്ല ഇത് എന്താ പറയുന്നത്, എന്താ പറഞ്ഞു വെച്ചതിനെ കുറിച്ചിട്ട് ധാരണയുണ്ടോ? സിനിമ കണ്ടിട്ടില്ലല്ലോ. ഇല്ല. പെണ്ണ് കേസ് എന്നുള്ള ടൈറ്റിൽ അറിയാം. ഒരു സ്ത്രീ ഒരു കുറെ പേര് ചതിച്ചു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. അത് സിനിമ കണ്ട ശേഷമാണ് അതിനുള്ള കൃത്യമായ ഉത്തരം പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഏത് പക്ഷത്താണ് നിന്നതിനെ കുറിച്ചിട്ട് അങ്ങനെ കൃത്യമായിട്ട് ഒന്നുമില്ല. ഇന്ന പക്ഷത്ത്, സ്ത്രീപക്ഷത്ത് നിന്നിട്ടാണ് അല്ലെങ്കിൽ പുരുഷപക്ഷത്ത് നിന്നിട്ടാണ് ഈ സിനിമ പറയുന്നല്ല. അതാണ് നേരത്തെ പറഞ്ഞതിന്റെ ഉത്തരം എന്നുള്ളത്. ഒരു പക്ഷം പിടിക്കുന്നതല്ല ഈ സിനിമ പറയുന്നത്. മാത്രമേ ചോദ്യം ചോദിക്കുള്ളൂ. നിങ്ങളൊക്കെ മീഡിയ അല്ലേ? അല്ലേ? അങ്ങനെ ചർച്ച ചെയ്യപ്പെടാത്തത് എന്തുകൊണ്ടായിരിക്കും? ചിലപ്പം ഒരു പക്ഷം മാത്രം കേൾക്കുന്നു എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് ഉള്ളതുകൊണ്ടായിരിക്കില്ലേ? അത് ഒരു മെയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഫീമെയിൽ പെർസ്പെക്റ്റീവും കൂടെ കേൾക്കണമെന്ന് പറയുന്നതിന് നമ്മൾ അതിനെ ഈക്വലൈസ് ചെയ്യുക എന്നുള്ളതേ പറയുന്നുള്ളൂ. അതിന് ഇന്ന പക്ഷം പിടിക്കണം അല്ലെങ്കിൽ പുരുഷപക്ഷ സിനിമകൾ ഇവിടെ ഉണ്ടാവരുത് എന്ന് പറയുന്നില്ല. അങ്ങനെ നിങ്ങൾ പുരുഷപക്ഷ സിനിമകൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ പാരലലി സ്ത്രീകളിൽ അതും കൂടെ കേൾക്കണം എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ ഒരു മെയിൽ ഇൻഡസ്ട്രി മാത്രം ഇവിടെ വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിലല്ലല്ലോ പറയുന്നത്. അപ്പം അത് ഈക്വൽ ആയിട്ടുള്ള സ്പേസ് ഉണ്ടാവണം എന്ന് പറയുന്നതിന് എനിക്കറിയില്ല, നിങ്ങൾ കേൾക്കുന്നതിൻ്റെ പ്രശ്നമായിരിക്കാം തോന്നുന്നു. അല്ല അതെ, സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഈക്വൽ ആയിട്ടല്ലേ കാണണ്ടേന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് പക്ഷവും കേൾക്കണമല്ലോ. കാരണം ഒരു മെയിൽ ഇൻഡസ്ട്രി മെയിൽ ഡോമിനൻ്റ് ആണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ചും കൂടെ ഇവരുടെ പെർസ്പെക്റ്റീവും കൂടെ കേൾക്കണമെന്ന് സ്ത്രീകൾ ആവശ്യപ്പെടുന്നിടത്ത് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ലല്ലോ. അതൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അതൊക്കെ അങ്ങനത്തെ വേർഷൻ ഓഫ് സ്ത്രീകളെ നിങ്ങൾ കണ്ടു. അങ്ങനെ അല്ലാത്ത സ്ത്രീകളും ഉണ്ട്. അവരെയും കൂടെ കൺസിഡർ ചെയ്യുമെന്ന് പറയുന്നതല്ലേ ഉള്ളൂ. അതിനിപ്പം അങ്ങനെയും കൂടെ വരുമ്പോഴാണ് അതൊരു സിനിമയായിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു ആൾക്കാരെ മാത്രം പ്രീതിപ്പെടുത്തുന്ന തരം സിനിമയായിക്കൂടാ എന്നില്ല എന്നുള്ളതായിരിക്കാം ചർച്ച എന്ന് എനിക്ക് തോന്നുന്നു. അതെനിക്ക് തോന്നുന്നു അത് നമ്മൾ കേൾക്കുന്നതിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ വയലൻസുള്ള സ്ത്രീകളെ കാണിക്കരുത് എന്നുള്ളത് അവർ പറയുന്നുണ്ടാവില്ല. നമ്മളത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്ങനെയാണ് സൊസൈറ്റീനെ എന്നുള്ളതായിരിക്കും കൺസിഡർ ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നുള്ളത് അത് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിനിങ്ങനെ ഒരു കൺക്ലൂഷനൊന്നും ഉണ്ടായിട്ടില്ല. അതിപ്പോൾ പുരുഷന്മാരുടെ കാര്യത്തിലും പറയുന്നില്ലേ? അതിപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമല്ല, പുരുഷന്മാരുടെ കഥാപാത്രങ്ങളിലും നമ്മൾ ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും അതിലൊരു നായകൻ ഉണ്ടാവാം, ഒരു പ്രതിനായകൻ ഉണ്ടാവാം. അങ്ങനെ ആയിരിക്കുമല്ലോ മൊത്തം നമ്മൾ സിനിമ കാണുമ്പോൾ കൂടുതൽ ഉണ്ടാവും. ചിലതിൽ സിറ്റുവേഷൻസ് ആയിരിക്കാം വില്ലൻ, അല്ലെങ്കിൽ ചിലതിൽ ഒരാളായിരിക്കാം വില്ലൻ. അപ്പം എല്ലാവർക്കും അങ്ങനെയുള്ള പെർസ്പെക്റ്റീവുകളുണ്ട് എന്നുള്ളതായിരിക്കും പറയുന്നത്. എനിക്ക് അതിനകത്ത് നമ്മളത് കുറേ വർഷങ്ങളായി ചർച്ച ചെയ്യുകയും അതിനൊരു കൺക്ലൂഷൻ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതെനിക്ക് എത്തിപ്പെടുമായിരിക്കും. കാരണം നമ്മളിപ്പോൾ ഒരുപാട് സിനിമ എന്നുള്ള രീതിയിൽ ഒരുപാട് മാറിയതുകൊണ്ട് എത്തിപ്പെടുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണ്. നമ്മുടെ എനിക്ക് തോന്നുന്നു കഥ തന്നെ ആയിരിക്കും. അത് തന്നെയാണ്, അത് സ്ക്രിപ്റ്റ് തന്നെയാണ് എൻ്റെ ബലം. ഇപ്പൊ ഞാനൊരു
നല്ലൊരു കഥ പറച്ചുകാരനൊന്നുമല്ല. സ്ക്രിപ്റ്റ് കൊണ്ട് തന്നെയാണ്. ഇതങ്ങനെ ഔട്ട് ആൻഡ് ഔട്ട് കോമഡി പടമല്ല. ഇതൊരു ആൾക്കാരുടെ സിറ്റുവേഷനാണ് അതിനകത്ത് കോമഡി ആയിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യുക. ഇപ്പം എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെയാണ്, ബാക്കിയുള്ളവർക്ക് കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നുമെന്ന് പറയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. അങ്ങനെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു കോമഡി സിനിമയല്ല. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്, കുറച്ച് കോമഡി സീക്വൻസുകളുണ്ട് എന്നല്ലാതെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു എൻ്റർടൈനർ സിനിമയാണ്, കോമഡി സിനിമയല്ല. അല്ല, മൾട്ടിപ്പിൾ കല്യാണം കഴിക്കുന്ന ഒരാളാണ്. ഞാൻ കണ്ടിട്ടില്ല, ഇല്ല. റെഫറൻസുകൾ ഉണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ഇഷ്ടംപോലെ വാർത്തകൾ വരാറുണ്ടല്ലോ, കല്യാണ തട്ടിപ്പ് നടത്തുന്ന പുരുഷന്മാരെ പറ്റിയും സ്ത്രീകളെ പറ്റിയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആണ് മറ്റേ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനെ പറ്റിച്ചൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ ഒക്കെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ യൂണിറ്റിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് ഇതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് അതൊരു റെഫറൻസ് ആയിരുന്നു. അതൊരു വാർത്ത വന്നപ്പോൾ അത് നമുക്കൊരു റെഫറൻസ് ആയിരുന്നു. അവർ ചെയ്തിരുന്ന കാര്യങ്ങളും അങ്ങനെ യൂഷ്വലായിട്ട് ഇവർക്കെല്ലാം ഒരു പാറ്റേൺ ഉണ്ടാവും. ആ പാറ്റേൺ ആണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തത്. നമ്മൾ റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെ പറ്റിച്ചു പോകുന്ന ആരെയും, നമ്മൾ കല്യാണം കഴിച്ച് പറ്റിച്ചു പോകുന്ന ആരെയും കണ്ടിട്ടില്ല. റിലേഷൻഷിപ്പിൽ ഇപ്പം നമുക്കത് പറ്റിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണ്. വേണമെങ്കിൽ നേരിടാം. അല്ല, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ നമ്മളൊരു സമൂഹത്തിനൊരു ഉപദേശം കൊടുക്കുക അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുക എന്ന് പറയുന്ന രീതിയിലുള്ളൊരു സിനിമയായിട്ടല്ല നമ്മളിതിനെ കണ്ടത്. ഒരു എൻ്റർടൈനർ പർപ്പസ് സിനിമയാണ്. നിങ്ങളിത് കണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും എടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അതിപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു എക്സ്പീരിയൻസ് ഇനി ഉണ്ടാവരുത് എന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അതിനൊക്കെ ഒരു റെഫറൻസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, അല്ലാതെ ഇപ്പോൾ ഒരു മെസ്സേജ് കൊടുക്കണം എന്നുള്ള ഉദ്ദേശമോ അങ്ങനെയില്ല. ഇതൊരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം പോലെ നമുക്ക് പറയാൻ പറ്റില്ല. ഇത് കറക്റ്റ് ഇതിന് ഉത്തരം പറയാൻ പറ്റിയ ഫെബിനായിരിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ട്രാക്ക് ഉണ്ട് ഈ പടത്തിൽ. അപ്പോൾ അതിലൂടെയാണ് ഇതിന്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെന്തായാലും ഉണ്ട് ഇതിനകത്ത്. ഈ പറഞ്ഞ പോലെ വേറൊരു പെർസ്പെക്റ്റീവ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അല്ല, അത് ഞാനിതുവരെ പടം കണ്ടിട്ടില്ല. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് പടം കാണാൻ വേണ്ടി. അപ്പോൾ ഇതെങ്ങനെ വന്നു എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഞാൻ എൻ്റെ പോർഷൻ മാത്രം ഡബ് ചെയ്ത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു മീറ്ററാണ് ഇതിനകത്ത് എനിക്ക് കൊടുക്കാൻ സാധിച്ചത്. അപ്പോൾ അത് 4 കാലേ വീഴുമോ എന്നുള്ളത് ഓഡിയൻസാണ് പറയേണ്ടത്. എനിക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നതല്ല.
ഇല്ല, ഇതിപ്പോ പോലീസുകാർക്ക് താടി വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ താടി ഒബ്വിയസ്ലി നമ്മൾ ഷേവ് ചെയ്ത് കളയണമല്ലോ. പിന്നെ ഇത് ഇയാൾ ഇതിനകത്ത് CA ആണ്, എന്നെക്കാളും എൻ്റെ ആക്ച്വൽ ഏജിനേക്കാളും കുറച്ചും കൂടെ ഏജ് കൂടുതലായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഫെബിന് ഭയങ്കര നിർബന്ധമായിരുന്നു ഇത് വേണം എന്നുള്ളത്, ഈ ഒരു ലുക്ക് വേണം എന്നുള്ളത്. അങ്ങനെ കൊടുത്തതാണ്. തിരക്കഥ എഴുതി കഴിഞ്ഞ ശേഷമാണ് പേര് ടൈറ്റിൽ ഇട്ടത്. ആദ്യം അങ്ങനെയല്ല. അല്ല, സാധാരണ എല്ലാവരും കഥ എഴുതുന്ന പോലെ തന്നെ ഒരു പ്രത്യേക പ്രോസസ്സിംഗ് ഒന്നുമില്ല. നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഒരു ത്രെഡ് കിട്ടി, ഒരു വാർത്ത കിട്ടി, അതിൽ നിന്നുള്ള ഇതായിരുന്നു എഴുത്ത് തുടങ്ങി. അത് കഴിഞ്ഞ ശേഷമാണ് ഈ പെണ്ണേഴ്സ് എന്നുള്ള പേര് വന്നത്. ഞങ്ങളുടെ ഒരു കൂട്ടായ ഒരു ആലോചനയിൽ കിട്ടിയതാണ്. ആ, സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. അല്ല, കോമഡി അതിപ്പോ നമ്മുടെ പഴയ സിനിമകളിലൊക്കെ ഇത്തരം വലിയ സംഭവങ്ങളൊക്കെ കോമഡി കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പം പട്ടിണിയായാലും ഇപ്പം ഈ സന്ദേശം സിനിമയൊക്കെ സീരിയസ് ആണ്, സബ്ജക്ട് വരെ സീരിയസ് ആണല്ലോ. പക്ഷെ അത് നമുക്കാണുള്ളത് കോമഡി ആകും. ഇത് ബേസിക്കലി ഒരു പെൺകുട്ടി നടത്തുന്ന വിവാഹ തട്ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമുക്കിത് കോമഡി കൂടെ തന്നെ പറയാം എന്നുള്ള രീതിയായിരുന്നു. ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് പലർക്കും പല മെത്തേഡുകളാണ്. ഇത് ബേസിക്കലി കല്യാണം കഴിക്കാൻ പറ്റിക്കുക, കല്യാണം കഴിയുന്നത് വരെ കൂടെ നിൽക്കുക, കല്യാണം കഴിഞ്ഞ് പോവുക എന്ന് പറയുന്നത് പോലെ ആണ്. അപ്പം അതിലേക്കുള്ള ട്രാക്കിൽ ഉണ്ട്. പക്ഷേ നമ്മളെ ചില കേസസിൽ കല്യാണം കഴിച്ചിട്ട് കുറച്ച് ദിവസമൊക്കെ നിന്നിട്ട് പോകുന്ന ആൾക്കാരുണ്ട്, മാസങ്ങൾ കഴിഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ പലർക്കും പല റെഫറൻസ് ആണെന്ന് തോന്നുന്നു, പലർക്കും പല കേസ് സ്റ്റഡി ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇതിലിപ്പോൾ കല്യാണം കഴിയുന്നത് വരെയുള്ള സമയമാണ് എന്നുള്ളതാണ്. അപ്പം അതിൽ ഈ പറയുന്ന പോലെ പലതരത്തിലുള്ള ഇമോഷൻസിലൂടെ പലതരം ആൾക്കാരെ ഡീൽ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ പലതരത്തിൽ കോൺ ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അത് എന്നെയാണോ ഉദ്ദേശിച്ചത്? എന്റെ ക്യാരക്ടറിനെയാണ്. ഞാൻ ഹെഡ് മാസ്റ്റർ അല്ല, പോലീസല്ല, ഞാനൊരു പൊളിറ്റീഷ്യനാണ്. അപ്പൊ ഒരു പൊളിറ്റീഷ്യന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് കേസൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അപ്പൊ അയാളുടെ രാഷ്ട്രീയ ഭാവി അതോടെ തകരുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു സങ്കടങ്ങളൊക്കെ ഉണ്ടായത് അതിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. കെയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉണ്ടോ അറിയില്ല കേട്ടോ. ഇയാൾക്ക് ഉണ്ടാവുന്നതാണ്, ഇയാൾ മുഖേന ഉണ്ടാവുന്ന പ്രശ്നമല്ലല്ലോ. ഇയാൾക്ക് ഉണ്ടാവുന്ന ഒരു പെണ്ണ് കേസാണ് ഉണ്ടാവുന്നത്. ഇപ്പൊ സമൂഹത്തിൽ ഇപ്പൊ നടക്കുന്ന കാര്യമല്ല അത്. അതായത് യാതൊരു ബന്ധമില്ല. ഞങ്ങൾ ആക്ച്വലി 16-ാം തീയതിയായിട്ട് പ്ലാൻ ചെയ്തത്.
ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ സ്ലോട്ട് കിട്ടിയപ്പോൾ നല്ല അവസരം കിട്ടിയപ്പോൾ ചാടി വന്നു തോന്നുന്നു. ഇതിലെ കഥാപാത്രങ്ങളോട് സിനിമ കണ്ടാ അറിയാം. അല്ല അത് നമ്മളിപ്പം ഈ സിനിമയെ പറ്റി കൂടുതൽ എന്തെങ്കിലും പറയുന്നതൊക്കെ സിനിമയുടെ കഥയുമായി ബന്ധപ്പെട്ട് വരുമെന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് റിവീൽ ചെയ്യൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് സിനിമ കാണുമ്പോൾ അറിയാം അവർക്ക് എങ്ങനെയാണ് ആൾക്കാരോടൊരു അറ്റാച്ച്മെന്റ് എന്നൊക്കെയുള്ളതൊക്കെ. ഇപ്പം ഇൻ കേസ് അങ്ങനെ ബാക്ക് സ്റ്റോറി ഇല്ല, ഇപ്പം നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് ഇപ്പം എല്ലാ സിനിമകളിലെയും കാര്യം എടുത്ത് നോക്കുമ്പോൾ ചിലത് ഹീറോ പെർസ്പെക്റ്റീവിൽ പറയുന്ന സിനിമകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ബാക്ക് സ്റ്റോറി ഒന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ റൈറ്റേഴ്സിൻ്റെ അടുത്തോ ഡയറക്ടേഴ്സിൻ്റെ അടുത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയും അവരുടെ അതിപ്പോൾ സിനിമയിൽ ഉണ്ടാവണമെന്നില്ല, ബിഹൈൻഡ് ദ സീൻ നമ്മളത് മനസ്സിലാക്കിയിട്ട് ആണ് ചെയ്യാൻ ശ്രമിക്കാറ്. അപ്പം സിനിമയിൽ ഇപ്പം ഞാൻ പറയില്ലേ എല്ലാം കാണിക്കാനുള്ളൊരു അവസ്ഥ ഇല്ല എന്നുണ്ടെങ്കിൽ അത് പറയാൻ പറ്റില്ല എന്നുള്ളതുണ്ട്. ചിലത് നമുക്ക് ബാക്ക് സ്റ്റോറി അതിന് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുന്ന സിനിമകളിൽ അങ്ങനെ ക്യാരക്ടറിന് അത് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചെയ്യാണ്ടിരിക്കാറുണ്ട്. എനിക്കറിയില്ല കേട്ടോ എന്തായിരിക്കും എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ അതിനോട് ഏറ്റവും നമ്മൾ ഇമോഷണലി കണക്റ്റ് ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കേണ്ടതെന്ന് വിചാരിക്കുന്നു. അല്ലാത്തൊരു സമയത്ത് എനിക്കറിയില്ല അതെങ്ങനെയായിരിക്കും ഫീൽ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ അതിനോട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്ന ഒരു സ്പേസിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്, അത് അവർക്ക് അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും അത് ബുദ്ധിമുട്ടായിരിക്കും. ചോദ്യം സത്യം പറയാൻ കേട്ടില്ല. ആ ആ ഇപ്പൊ ഞാൻ ചെയ്തൊരു പടം മനുഷ്യ എന്നാണ് പടത്തിന്റെ പേര്. വെട്രിമാരനാണ് അതിന്റെ പ്രൊഡ്യൂസർ. അപ്പൊ അതിപ്പോഴും സെൻസർ ഇഷ്യൂ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് അവര് പറഞ്ഞത് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യമായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞ 64 കട്ട് വേണം എന്ന് ആദ്യം പറഞ്ഞിരുന്നു. പിന്നെ അവര് കോർട്ടിൽ അത് ചാലഞ്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും 34ആയി, 14ആയി, 10ആയി, അങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് ഒരുപാട് പ്രാവശ്യം ഒരു കോടതി കയറി ഇറങ്ങി. അവസാനം ജഡ്ജി പടം കാണേണ്ടി വന്നു. ജഡ്ജി പടം കണ്ടിട്ട് പറഞ്ഞാൽ അത് കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട് 2 കട്ട് മതി. സോ ബേസിക്കലി ഒരു സെൻസർ ബോർഡ് ഉണ്ടാവുമല്ലോ, ഈ സെൻസർ ബോർഡ് പറയും ഇത്ര സ്ഥലത്ത് വേണം. അവർക്ക് കുറെ മാനദണ്ഡങ്ങൾ ഉണ്ടാവും അവർ നോക്കേണ്ടത്. ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിച്ച്, ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിച്ച് അതിൻ്റെ അടിയിൽ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് ഉണ്ടോ, അങ്ങനെ ഇതൊക്കെ റെഫറൻസ് ഇങ്ങനെ തരും, ഇന്ന പ്രശ്നങ്ങളുണ്ടെന്നുള്ളത്. അത് അവർ ചെയ്യുന്ന അവരുടെ ജോലിയായിരിക്കാം, അല്ലാതെ അവർ പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഒരു സിനിമയോടോ ഒരു പ്രത്യേക സമുദായത്തോടോ ഉള്ള പ്രശ്നം അങ്ങനെയൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും ഇന്ന ഫോർമാറ്റ് ചെക്ക് ചെയ്യണം എന്നുള്ളത്.
ഇത് പണ്ട് തൊട്ടേ ഉണ്ട്. പണ്ട് ഇപ്പൊ ഒരു പ്രത്യേക പാർട്ടി വന്നിട്ടുള്ളതല്ല. അന്ന് അവരുടെ അജണ്ടാസ് ഉണ്ട്, ഇന്ന് ഇവരുടെ അജണ്ടാസ് ഒക്കെ ഉണ്ടാവും. അതിപ്പോ നമുക്കൊന്നും ചെയ്യാനില്ല. എൻ്റെ അഭിപ്രായത്തില് മൂവി മേക്കിംഗ് ഭയങ്കര അണപ്പോളജറ്റിക്കൽ ആയിരിക്കണം എന്നെനിക്കൊരു തോന്നലുണ്ട്. മൂവി മേക്കിങ്ങും സിനിമ പറയലും അങ്ങനെ ഒരു മൂവി മേക്കിംഗ് ഉണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. പറയാൻ പറ്റുന്ന, കാണിക്കാൻ പറ്റുന്ന വിഷ്വൽസും എല്ലാം എല്ലാ തരത്തിലുള്ളതും അത് ഭയങ്കര രസമാണ്. അങ്ങനത്തെ സിനിമകൾ കാണാനും അങ്ങനത്തെ ഓഡിയൻസ് ഉണ്ടാവുന്നത് ഭയങ്കര രസമാണ്. ഉണ്ടായി വരും. വേറെ ഇതിക്കുള്ള ഇപ്പൊ എന്താ പറയാ. ഉം 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 ബേസിക്കലി ഞാനൊരു എന്താ പറയുക, ഭയങ്കര വയലൻസിന്റെ സിനിമകളുടെ ഫാൻ അല്ല. കാരണം അങ്ങനത്തെ സിനിമകൾ മോശമെന്നല്ല, അങ്ങനത്തെ ഒരു സിനിമകളുടെ ഫാൻ അല്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഇതിനു മുന്നേ ഇവിടെ ഇറങ്ങിയിട്ടുള്ള പടങ്ങളിൽ നന്നായിട്ട് കളക്ട് ചെയ്തിട്ടുള്ള പടങ്ങൾ, വയലൻസ് ഉള്ള പടങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി അത് കുറച്ച് കുറച്ച് ദിവസത്തേക്ക് എനിക്ക് കുറച്ച് ട്രോമ തരുന്നൊരു പടങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ഓരോരുത്തരുടെ ചോയ്സാണ്. അത് കാണാൻ ആഗ്രഹം ഉള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ഈ സിനിമ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടിരുന്ന് കണ്ട് ചിരിച്ച് കണ്ട് സന്തോഷിച്ച് ഇറങ്ങിപ്പോകാൻ പറ്റുന്ന, സന്തോഷം ഇൻ ദ സെൻസ് എന്റർടൈൻമെന്റ് ആണത്. അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ള് ഒരു കോമഡി മൂവി അല്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് വേറെ പല പല ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമയാണ്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ട്രാക്ക് ഉണ്ട്, ഇമോഷൻസ് പറയുന്നുണ്ട്, നല്ല രീതിയിൽ ഡ്രാമയുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം പറഞ്ഞ പോലെ തന്നെ എല്ലാം സിറ്റുവേഷനാണ്. കോമഡി പറയാൻ വേണ്ടിയിട്ട് കൗണ്ടർ അടിച്ച് അങ്ങനത്തെ ഒന്നുമില്ല ഇതിനകത്ത്. ഓരോരുത്തരുടെ അവസ്ഥയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറ്റിക്കപ്പെട്ട ഭർത്താക്കന്മാരുടെ അവസ്ഥ നമുക്ക് കാണുമ്പോൾ ഭയങ്കര തമാശയായിട്ട് തോന്നും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സിനിമയാണ്. അപ്പോൾ എന്തായാലും ഈ നേരത്തെ പറഞ്ഞ പോലെ വയലൻസ് മൂവി കണ്ടിറങ്ങി വരുന്ന ഒരു മൂഡായിരിക്കില്ലേ ഈ പടം കണ്ടിറങ്ങി വരുമ്പോൾ. ചോദിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ചിരി വരുന്നില്ലേ? ചോദിച്ചിട്ട് ചിരിക്കുക. അപ്പൊ അതൊന്നുമല്ല. അല്ല, വേറൊരു കാര്യം, ഇതിനകത്ത് നിഖിലയുടെ പെർഫോമൻസ് ഭയങ്കര രസമാണ്. ഇതിനകത്ത് ഒരുപാട് ഇമോഷൻസിലൂടെ നിഖില കടന്നു പോകുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു ആദ്യം നമുക്കൊരു കള്ളിയായിട്ട് തോന്നാം, അതുപോലെ തന്നെ വേറെ ഭയങ്കര ഡെപ്ത് ഉള്ള ഇമോഷൻസിലൂടെ നിഖിലയുടെ ക്യാരക്ടർ കടന്നു പോകുന്നുണ്ട്. ഇതെല്ലാം ഇത്രയ്ക്കധികം ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന നിഖിലയുടെ ക്യാരക്ടർ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാണിക്കാം, ഉണ്ടാവാം. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ മറ്റേ മാച്ചോ വുമൺ അങ്ങനത്തെ ക്യാരക്ടറൊന്നും അല്ല. പക്ഷെ പറഞ്ഞില്ലേ, അതിന് നമ്മൾ, അതായത് കല്യാണം കഴിച്ച് പറ്റിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയണത്. അല്ലാണ്ട് കല്യാണം കഴിച്ച് മറ്റേ നന്നായി ജീവിച്ചിട്ട് പിന്നെ ഇതായി പോയി അങ്ങനെയല്ല. കല്യാണം കഴിച്ച് പറ്റിക്കുന്നു എന്ന് പറയുന്നതാണ്. ഇന്നലെ ഞാനിങ്ങനെ ഏതോ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇതിൻ്റെ ഇങ്ങനെ കണ്ടു. അതായത് ഇതൊക്കെ ഒരു തൊഴിലാണെന്നാണ് പറയുന്നത്. അതൊരു തൊഴിലായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഈ പറയുന്ന പോലെ
കള്ളൻ എന്ന് പറയുന്ന തൊഴിൽ, മോഷണം എന്ന് പറയുന്നത് അവർക്ക് തൊഴിലാണ്. നമ്മളതിന് അതൊക്കെ ഇപ്പോൾ ഒരു തൊഴിലാണോ എന്ന് വെച്ചാൽ അതും തൊഴിലാണ്. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യം ഇത് തൊഴിലാണ്. ഇപ്പം ഓൺലൈൻ മീഡിയ പറയുന്നത് അവരൊരു തൊഴിലായിട്ടാണ് ചെയ്യുന്നത്. അപ്പം എനിക്കിപ്പം എന്താ പറയുക, അതൊരു നല്ല കാര്യമല്ല എന്ന് തോന്നിയാൽ പോലും അവർ ചെയ്യുന്നത് അവർക്ക് തൊഴിലാണ്. അപ്പം അല്ലേ, അപ്പം അവർ ചെയ്യുന്ന കാര്യം അവർക്ക് തൊഴിലായിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാം തൊഴിലാണ്. അപ്പം ഇതിനെയും അങ്ങനെ അങ്ങനെ അതൊരു തൊഴിലായി ചെയ്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടി എന്ന് പറയുന്നതാണ് 100% പ്രൊഫഷണൽ. യാ. ആരാ ചോദിച്ചത്? ആര്? കല്യാണം നിനക്കെന്താ തോന്നണത്? അപ്പം അതന്നെ, നിനക്കെന്ത് തോന്നുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. ഓരോരുത്തർക്കും എന്ത് തോന്നുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. എനിക്കെന്ത് തോന്നുന്നു എന്നുള്ളത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, നിനക്കെന്ത് തോന്നുന്നു എന്നുള്ളത് നിനക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയും. ഇത്ര നേരായിട്ട് ഞാൻ അതല്ലേ പറയണേ. ട്രെയിലറിലും ഉണ്ട് കല്യാണ തട്ടിപ്പ് നടത്തി പറ്റിക്കുന്ന പെൺകുട്ടി എന്നുള്ളതാണ്. വാഴി. മലയാളത്തിൽ വേറെ വാഴയുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞ വാഴി. ഇല്ല, അങ്ങനെയല്ല. അപ്പം അതെല്ലാം ഇപ്പം ഞാൻ തമിഴാണ് മലയാളം കഴിഞ്ഞാൽ ചെയ്യുന്നൊരു ലാംഗ്വേജ് എന്ന് പറയുന്നത്. തമിഴിൽ എനിക്കിങ്ങനെ ഭയങ്കര റഷല്ല, ഒരുപാട് സിനിമകൾ ചെയ്യണം എന്നുള്ളതില്ല. ഇപ്പം ഭയങ്കര നല്ല രസമുള്ള ക്യാരക്ടേഴ്സ് വരുമ്പം ചെയ്യാന്നുള്ളതുണ്ട്. മലയാളത്തിൽ സിനിമകൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ അങ്ങനെ അവിടെ ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് വരുന്ന ക്യാരക്ടേഴ്സിൽ നല്ലതാണ്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്ന ക്യാരക്ടേഴ്സാണ് ചെയ്യുക. ഇപ്പോൾ വാഴ എന്ന് പറയുന്ന സിനിമയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് പോലത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് അതിന് ഇത്രയും അപ്രിസിയേഷൻ വരുന്നത്. മറ്റേതിലൊക്കെ ചിലപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവാന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഇതുപോലത്തെ പെൺകുട്ടികൾ ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ തോന്നാം. ചിലപ്പോൾ പെണ്ണ് കേസിലാണെങ്കിലും ചിലപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നാം എന്നുള്ളതുകൊണ്ട് ചിലപ്പം അങ്ങനെ അഭിപ്രായങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എന്നെ സംബന്ധിച്ച് പലതരത്തിലുള്ള ആൾക്കാർ ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. നല്ലത് മാത്രം കാണിച്ചാൽ അല്ല, എല്ലാ ഇതും നമ്മൾ അറിയണം എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് എനിക്ക് തോന്നിയത്. അതാണ് എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത്. കാരണം ഇതിലെന്താണ് പുതിയതായിട്ടെന്ന് ചോദിച്ചാൽ, കല്യാണ തട്ടിപ്പ് നടത്തുന്ന ഒരു പെൺകുട്ടിയുടെ കഥ നമ്മൾ കേട്ടിട്ടില്ല ഇതിനു മുന്നേ എന്നുള്ളതായിരുന്നു എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം. പ്രേക്ഷകരോട് തിയേറ്ററിൽ വന്ന് കാണുക, നിങ്ങൾക്ക് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും, അപ്പം നല്ല സിനിമയായിരിക്കും എന്ന് ഇത്രയ്ക്കേ പറയാനുള്ളൂ. കണ്ടിട്ട് അഭിപ്രായം പറയാം. താങ്ക് യു.